മേൽമുറിയിൽ പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിൽ തീപിടുത്തം. പടിഞ്ഞാറേമുക്കിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തിച്ച് നിർവീര്യമാക്കുന്നതിനിടയിലാണ് തീപിടിച്ചത്. തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. മുബഷീർ പി അക്ബർ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, ഈ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ശ്രുതി, തീ അത്രത്തോളം നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ മുൻപായിരുന്നു മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയ പടക്കം പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിലെ മേൽമുറി, പടിഞ്ഞാറമുക്ക് 27 ഈ ഒരു ഭാഗത്തേക്ക് പോലീസ് ഈ ഒരു വസ്തുക്കളുമായി എത്തിച്ചേർന്നത്. തുടർന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറിയോട് ചേർന്ന മേഖലയിൽ എത്തിച്ചുകൊണ്ട് ആ ഒരു വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സംഭവം നടക്കുന്ന മേൽമുറി, ഈ ഒരു പടിഞ്ഞാറേമുക്കിലെ ഈ ഒരു പ്രദേശത്താണ്. ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ആ ഒരു ഈ പ്രവൃത്തി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആ മേഖലയിൽ ഇപ്പോഴും തീ പടരുന്നത് കാണാം. ഈ ഒരു വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മലപ്പുറം CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് തീ കെടുത്താനുള്ള ഊർജിതമായ ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെ സംസാരിച്ച ഘട്ടത്തിൽ വലിയൊരു തീപിടുത്തം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങളൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ആ നിലയിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നാണ് പറയുന്നത്. ഈ ഒരു ആളൊഴിഞ്ഞ മേഖല എന്ന് കണക്കിലെടുത്താവണം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. ഈ ഒരു മേഖലയോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളും സമീപ പ്രദേശത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിവിടെ സ്ഥിരമായി നടക്കുന്നതാണോ? ഇത്തരം പോലീസ് ഇങ്ങനെ എത്താറുണ്ടോ അവിടെ? ആ നിലയിൽ ഈ ഒരു സ്ഥലം ഒഴിവാക്കാമായിരുന്നതിന് അഭിപ്രായം നാട്ടുകാരൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും തീ ഇപ്പോഴും കെടുത്താനായിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു മരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഒരു ഭാഗത്ത് തീ വീണ്ടും കത്തി തുടങ്ങുന്ന ഉൾപ്പെടെ കാണുന്നുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അത് അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ ഈ ഒരു വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരു വേനൽ ചൂടിന്റെ ആ ഒരു കാഠിന്യത്തിൽ മരങ്ങളൊക്കെ തന്നെ ഉണങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. ഇലകളൊക്കെ തന്നെ ആ നിലയിൽ ഉണങ്ങി നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ചെറിയ തീപ്പൊരി പോലും വലിയ തീപിടുത്തത്തിന് കാരണമായേക്കും എന്നുള്ള ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു മേഖല ഒഴിവാക്കാമായിരുന്നതിന് അഭിപ്രായം നാട്ടുകാർക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഭാഗത്ത് ഇപ്പോഴും തീ പടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഊർജിതമായ ശ്രമം തീ കെടുത്തുന്നതിന് വേണ്ടി തുടരുന്നുണ്ട്. മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വളാഞ്ചേരിയിൽ നിന്നുൾപ്പെടെ ഈ നിലയിൽ പടക്കം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ജലാറ്റിൻ സ്റ്റിക്ക് പോലെയുള്ള വസ്തുക്കൾ പിടികൂടിയിരുന്നു. അത് ഇവിടെ എത്തിച്ചുകൊണ്ട് നിർവീര്യമാക്കാനായിരുന്നു പോലീസിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഒരു കോറിയോട് ചേർന്ന മേഖല, ആൾതാമസമില്ല ഒന്നുമില്ലാത്ത മേഖല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസ് ആ നിലയിൽ അവ നിർവീര്യമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത് ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ ഉണ്ണിത്തൂവൂർ പാൻ ചെയ്ത് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വീണ്ടും തീ കത്തിപ്പടരുന്നുണ്ട്. ആ നിലയിൽ തീ ഉയർന്നു കത്തുന്ന സാഹചര്യം ഉൾപ്പെടെയാണുള്ളത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും തീ പൂർണ്ണമായും അണക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ മലയുടെ ഒരു ഭാഗത്ത് ജനവാസ മേഖലയാണ്, ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെയുള്ള മേഖലയാണ്. ഒരുപക്ഷെ ഇത് കെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ നിലയിൽ ആ മേഖലയിൽ ഉൾപ്പെടെ തീ പടരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഊർജിതമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കൃത്യമായും സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അതൊക്കെ കൃത്യമായി പാലിച്ചു തന്നെയായിരിക്കില്ലേ അവിടെ എത്തിച്ചിട്ടുണ്ടാകുക? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മറ്റു കാര്യങ്ങൾ, അതായത് ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇതിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഈ തീ ആളിപ്പടരാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് അത്രയും അസഹനീയമായ ഒരു സാഹചര്യമുണ്ട്, ഇപ്പോൾ വെയിൽ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു തീ പടരാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു സ്ഫോടക വസ്തു നിർവീര്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? തീർച്ചയായും ശ്രുതി, പോലീസ് ഏത് നിലയിലാണ് ഈ ഒരു മേഖല തെരഞ്ഞെടുത്തെന്ന കാര്യത്തിൽ പോലീസും അധികൃതരും തന്നെയാണ് അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിക്കുമ്പോൾ നിലവിൽ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ആ നിലയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കേണ്ട എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇവിടെ വരും. ഒരു നാട്ടുകാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതെന്താ സംഭവം നിങ്ങൾ അറിഞ്ഞേ? ഇതിപ്പോ സംഭവം അറിഞ്ഞത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിന്നെ പടക്കം എവിടെ പിടിച്ചു, അത് ഇവിടെ കൊടുത്തിട്ട് നാശാക്കി ഇവിടെ കൊടുത്തിക്കാണ്ട് ഈ മലകളും കുന്നുകളൊക്കെ ഇപ്പോൾ നമുക്ക് പിന്നെ വലിയ നഷ്ടങ്ങളുണ്ട് ജനങ്ങൾക്ക്. ഇതിൻ്റെ വളരെ വളരെ നഷ്ടങ്ങളുണ്ട്.
അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് പോലീസ് ഈ വിധത്തിൽ പടക്കങ്ങളൊക്കെ നിർവീര്യമാക്കാൻ എത്തിക്കുന്ന ഒരു മേഖലയാണ്. അല്ല അതിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ട് ഇവിടെ ഒന്ന് പൊട്ടിക്കണമല്ലേ, ഇതൊരു ഒഴിഞ്ഞ ഭാഗമായിട്ട് അപ്പോൾ കണക്കൂട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഈ മേൽമുറിക്ക് പിന്നെ ഈ പടിഞ്ഞാറമ്പക്കന ഒരു ഒഴിച്ചിട്ട ഭാഗമായിട്ട് കണക്കാക്കുക. ഇതുപോലെ ബുദ്ധിമുട്ടാകുന്നത് ഞങ്ങളാണ്. ഞങ്ങളിവിടെ താമസക്കാരും അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ പിന്നെ വായും ഇതൊക്കെ ഞങ്ങൾക്ക് ശല്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഇനി വേനലും കടുത്ത സമയത്ത് ഇവിടെ ഇങ്ങനെ തീ പടരുമ്പോൾ തൊട്ടടുത്തൊക്കെ വീടുണ്ടല്ലേ? എത്രത്തോളം വീടുകളുണ്ട്? എത്ര ആളുകൾ? വീടുകളുണ്ട്, കണ്ടമാനം വീടുകളുള്ള സ്ഥലമാണ് ഇവിടെ കൈ ഭാഗം. ഇവിടെ ശരി മുബഷീർ, എന്തായാലും മലപ്പുറം മേൽമുറിയിലാണ് ഈ സംഭവം. പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.